എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ദേ ഒരു ഈസി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഈവനിങ് സ്നാക്ക് ആയിട്ടോ ഒക്കെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ്. അതുപോലെ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മതി, വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് നമുക്ക് വേഗം തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പി. അപ്പോൾ ഈ സാധനം നിങ്ങളുടെ വീട്ടിൽ തയ്യാറാക്കാറുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് പറയണം കേട്ടോ. അല്ല, നിങ്ങളിതുവരെ കഴിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് വേഗം റെസിപ്പിയിലേക്ക് കിടക്കാം. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ഇതിൽ ഞാൻ ഒന്നിൻ്റെയും മെഷർമെൻറ്റ് പറയുന്നില്ല. കാരണം ഇതിലങ്ങനെ മെഷർമെൻറ്റിൻ്റെ ഒന്നും ആവശ്യമില്ലെന്നേ. നിങ്ങൾക്ക് എത്ര എണ്ണം ഉണ്ടാക്കണോ അതനുസരിച്ച് നിങ്ങൾക്ക് സാധനങ്ങൾ കൂട്ടിയും കുറച്ചുമൊക്കെ എടുക്കാൻ കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ഞാൻ ആദ്യം എടുത്തത് ഗോതമ്പ് പൊടിയാണേ. അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ഒരു ദോശ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസിയിൽ നമ്മൾ കട്ടയൊന്നും ഇല്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ശർക്കരയാണേ. അപ്പോൾ ഇടിച്ച് പൊടിച്ചൊന്നും എടുക്കാതെ ശർക്കര ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കട്ടകളില്ലാതെ കിട്ടും കേട്ടോ. ഇനി ആ ശർക്കരയിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ചിരകിയതോടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതും നമുക്ക് മാറ്റി വയ്ക്കാം. നമ്മുടെ സാധനങ്ങളൊക്കെ കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. ഇനി പണി ഇതിലും എളുപ്പമാണ് കേട്ടോ. പറഞ്ഞുതരാം. ഒരു ദോശ തവ വെച്ചിട്ട് അതിനകത്തേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ എടുത്ത് ദോശ ഇടുക. ഗോതമ്പ് ദോശ എല്ലാവരും ഉണ്ടാക്കാറുള്ളതല്ലേ, അത് തന്നെ. ഇനി ദോശ ചുടുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണേ, ഇതിനിടയ്ക്ക് ഹോളൊന്നും ഇല്ലാതെ ദോശ ഇട്ടെടുക്കാൻ ശ്രമിക്കണം. അപ്പോൾ ദോശയുടെ ഒരു ഭാഗം വെന്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ തേങ്ങയുടെ ശർക്കരയും കൂട്ട് അതിനകത്ത് വെച്ച് കൊടുക്കാം. ഒരു സൈഡിലേക്ക് വെച്ച് കൊടുക്കുക കേട്ടോ. ഒരുപാട് അറ്റത്തേക്കൊന്നും പോകണ്ട, മിഡിൽ ഭാഗത്തായിട്ട് ഒരു സൈഡിലേക്ക് നമുക്കിതൊന്നിങ്ങനെ നീളത്തിൽ വെച്ച് കൊടുക്കാം. ഇനി ഒന്നുമില്ലെന്നേ, പണി കഴിഞ്ഞു. ഇനി ഇത് നമുക്കൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. അപ്പോൾ അപ്പുറത്തെ സൈഡ് കൊണ്ട് ഇപ്പുറത്തെ സൈഡിലേക്ക് ഒന്നിങ്ങനെ അങ്ങ് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. കഴിഞ്ഞു നമ്മുടെ ഇലയപ്പത്തിൻ്റെയൊക്കെ രീതിയിലേ. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ആ സൈഡെല്ലാം ഒന്നിങ്ങനെ സീൽ ചെയ്തെടുക്കണം. നമ്മൾ ഈ സ്പാച്ചിൽ വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ സൈഡ് അങ്ങ് ഒട്ടിക്കോളും കേട്ടോ. അപ്പോൾ സൈഡ് എല്ലാം ഒന്ന് സീൽ ചെയ്തെടുത്തതിന് ശേഷം നമുക്കിനി ഇത് തിരിച്ച് മറിച്ച് വിട്ട് മുരിച്ചെടുക്കണം. അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് ഹോളില്ലാതെ ദോശ ഉണ്ടെന്ന് പറഞ്ഞത് മനസ്സിലായല്ലോ അല്ലേ? കാരണം നമ്മുടെ ശർക്കര മെൽറ്റായി കഴിഞ്ഞാൽ ആ ഹോളിൽ കൂടെ ഇനി പുറത്തേക്ക് വരും. അപ്പോൾ അത് അങ്ങനെ പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇതങ്ങ് കരിഞ്ഞു പോകും. ശർക്കര കരിഞ്ഞാലൊരു പ്രത്യേക സ്മെല്ലും അതുപോലെ ഇതിനൊരു ടേസ്റ്റ് വ്യത്യാസവും വരും കേട്ടോ. അതുകൊണ്ടാണ് തിരിച്ചു മറിച്ച് വിട്ട് രണ്ട് സൈഡും ഇതുപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ ഇതുപോലെ എല്ലാം അങ്ങ് ചുട്ടെടുത്താൽ പണി കഴിഞ്ഞു. പിന്നെ നിങ്ങൾക്കിതിലെ ഫില്ലിങ്സിൽ എന്തെങ്കിലും വേരിയേഷൻസ് വരുത്തണമെങ്കിൽ അതൊക്കെ ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഇടണമെങ്കിൽ അതൊക്കെ ചേർത്ത് വേറെ രീതിയിൽ ഫില്ലിങ് തയ്യാറാക്കിയിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ എന്തായാലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഉറപ്പായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണം മറക്കരുത്. വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ബൈ.